ചേട്ടാ, 2021 മാർച്ച് 14 ഇരിങ്ങാലക്കുടയിലെ കാട്ടൂർക്കടവിൽ ലക്ഷ്മി എന്ന വീട്ടമ്മയെ വീട് കയറി ആക്രമിച്ച് വടിവാളിന് വെട്ടി തോട്ട എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കേരളത്തെ ആകെ ഞെട്ടിച്ചൊരു സംഭവമാണ്. അതിനകത്തിപ്പോൾ പ്രതികളുടെ വിസ്താരം പൂർത്തിയായി ശിക്ഷാവിധി അടുത്ത ദിവസം തന്നെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സംഭവത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ കേസിൻ്റെ വിധി ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എൻ വിനോദ് കുമാർ നാളെ പറയാൻ പോവുകയാണ്. ഈ കേസിലെ 7 പ്രതികളിൽ 4 പേരും, അതായത് ഡയറക്റ്റ് ആക്ഷനിൽ പങ്കെടുത്ത കൊലപാതകം നടത്തിയ 4 പേരും കുറ്റക്കാരാണ് എന്ന് ഈ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 4 പേരെന്ന് പറയുമ്പോൾ അതിലൊന്ന് ദർശൻ കുമാർ, പിന്നെ നിഖിൽ ദാസ്, ശരത്ത്, രാകേഷ്, ഇത്രയും പേരാണ് ഡയറക്റ്റായിട്ട് നേരിട്ട് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഗൂഢാലോചനയിൽ പങ്കെടുത്ത 3 പേരെ കോടതി വെറുതെ വിട്ടു. അവർക്കെതിരെ തെളിവ് ഉണ്ടാക്കാൻ പ്രോസിക്യൂഷനെ കൊണ്ട് കൃത്യമായ തെളിവ് ഹാജരാക്കാൻ സാധിച്ചില്ല. ശരിക്കും ഇതിലെ 7 പേരും കൃത്യമായി ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അന്ന് ഇരിങ്ങാലക്കുട DSP തന്നെ വളരെ കൃത്യമായി വാർത്താസമ്മേളനം നടത്തി പറഞ്ഞതാണ്. 5-ാം പ്രതിയുടെ വീട്ടിലായിരുന്നു ഇതിൻ്റെ ഗൂഢാലോചന നടന്നത്. 6ഉം 7ഉം പ്രതികൾ സാഹചര്യം നിരീക്ഷിക്കാനും ഒരു കൊലപാതകം നടത്താനുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനുമുള്ള ശ്രമം അവിടെ നടത്തിയിരുന്നു. അതായത് ആരെങ്കിലും പുറത്തു നിന്നും എത്തി ഈ സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ തടയാനുള്ള നീക്കം ഈ 6ഉം 7ഉം പ്രതികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ മുഴുവൻ പേരും ശിക്ഷിക്കപ്പെടേണ്ട ഒരു കേസാണ്. പക്ഷേ പ്രോസിക്യൂഷന് അത് പൂർണ്ണമായും കോടതിയിൽ തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ 4 പേർക്കെതിരെ 4 പേര് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ഈ സംഭവം ഉണ്ടാകുന്നത് 2021 മാർച്ച് മാസം 14-ാം തീയതി ഞായറാഴ്ച രാത്രി 10 മണിക്ക് അന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ലക്ഷ്മിയുടെ ഭർത്താവ് ഹരീഷ് അവിടുത്തെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊലപാതകമടക്കമുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു ഗുണ്ടാ നേതാവാണ് ഈ ഹരീഷിൻ്റെ മുഖ്യ ശത്രുവാണ് ഈ ദർശൻ കുമാർ എന്ന് പറയുന്നത് കായ്ക്കുരു രാകേഷിനെ അറിയൂ. കായ്ക്കുരു രാകേഷ് എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒരു ക്രിമിനൽ സംഘത്തിൻ്റെ നേതാവുണ്ട്. കായ്ക്കുരു രാകേഷ് ഇപ്പോൾ അകത്താണോ എന്ന് എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് അകത്ത് പോകാറുണ്ട് അയാൾക്ക് എതിരെ നിരവധി കേസുകളുമുണ്ട്. നമ്മളെപ്പോഴും നേരത്തെ ഒരു ചർച്ചയിൽ ജോണേട്ടനൊപ്പം ഞാൻ ഇരുന്നപ്പോഴാണെന്ന് തോന്നുന്നു ഈ കായ്ക്കുരു രാകേഷിൻ്റെ കഥകളൊക്കെ പറഞ്ഞിരുന്നു. അയാളുടെ സംഘാംഗമാണ് ഈ ദർശൻ കുമാർ. ഈ ദർശൻ കുമാറും ഹരീഷും തമ്മിൽ കുടിപ്പക ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ മാർച്ച് 14 ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഹരീഷും ദർശനും തമ്മിൽ ഏറ്റുമുട്ടുകയും ദർശന് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ദർശന് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട സാഹചര്യമുണ്ടായി. കാര്യമായ പരിക്ക് ഏൽക്കേണ്ടി വന്ന ഘട്ടത്തിൽ പോലീസ് ഹരീഷിനെതിരെ കേസെടുത്തു. നിരവധി കേസുകളിൽ പ്രതിയായിരിക്കുന്ന ഒരാൾ, പലതവണ ജാമ്യം കിട്ടിയ ഒരാൾ, അയാൾ വീണ്ടും ഒരു അക്രമത്തിൽ പങ്കെടുത്തിരിക്കുന്നു. അപ്പോൾ അയാൾക്കെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്താൻ പോലീസ് തീരുമാനിച്ചു. കാപ്പയ്ക്ക് അനുമതി തേടി പോലീസ് കാപ്പയെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി. അപ്പോൾ ഹരീഷിന് കാപ്പ അടിച്ചു കഴിഞ്ഞാൽ ഹരീഷ് അവിടം വിട്ട് ജില്ല വിട്ടു പോകേണ്ടി വരും. നേരത്തെ തൃപ്രയാറിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അതിനുശേഷമാണ് ഈ ഇരിങ്ങാലക്കുട കാട്ടൂർക്കടവിലേക്ക് അവർ വരുന്നത്. അപ്പോൾ അവിടെ നിന്നും വിട്ടുപോകേണ്ട ഒരവസ്ഥ. ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് വലിയൊരു പക എന്ന് പറയുന്നത് ഈ ടെറിട്ടറിയിൽ നിന്നും എടുത്തെറിയുക എന്ന് പറയുന്നത് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങോട്ടും അവരത് ആ ഒരു മേഖല അവരുടേതാണ്. ആ ഒരു മേഖലയിൽ നിന്നും പോലീസ് കാപ്പയടിച്ച് പുറത്താക്കുമ്പോൾ അവർക്കൊരു ഒരുമാതിരി സ്വാധീനം നഷ്ടപ്പെടും. വെള്ളത്തിൽ നിന്ന് ഒരു മീനെ പിടിച്ച് കരയിലിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെയാണ് ഇവരതിനെ കരുതുക. ഒരു ഗുണ്ട കാരണം തനിക്ക് തൻ്റെ നാടും വീടും കുടുംബവും ഒക്കെ വിട്ട് ജില്ല വിട്ടു പോകേണ്ട ഒരു അവസ്ഥ ഹരീഷിന് ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഈ കേസിൻ്റെ പ്രതികാര ബുദ്ധിയായിട്ട് പോലീസ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ഹരീഷിനെ ജില്ല കടത്തുന്ന തീരുമാനത്തിലേക്കും ഹരീഷിനെ എന്നേക്കുമായി പോലീസ് അമർ ചെയ്യാനുള്ള തീരുമാനം എടുക്കാനുള്ള കാരണം ദർശനാണെന്ന് ഭാര്യ ലക്ഷ്മി വിശ്വസിക്കുന്നു. അങ്ങനെ ഇരിക്കെ ലക്ഷ്മി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് പറഞ്ഞിരിക്കുന്നതാണ്, ഇയാൾ കരുതിയിരിക്കുന്ന കാര്യം ഈ ദർശൻ കുമാർ കരുതിയിരിക്കുന്ന കാര്യം, വിശ്വസിച്ചൊരു കാര്യം, കൊലപാതകത്തിനായി അയാൾ കാരണമായി കണ്ടെത്തിയത് ലക്ഷ്മി ഹരീഷിൻ്റെ സംഘത്തിലെ ഒരാളോട് ദർശനെ വകവരുത്താനും ആവശ്യപ്പെട്ടു. ദർശൻ കുമാറിനെ വകവരുത്താൻ ആവശ്യപ്പെട്ടു. ഈ വകവരുത്താൻ ആവശ്യപ്പെട്ട ആൾ മറ്റൊരാളോട് ഇത് പറയുകയും പറഞ്ഞ അത് കേട്ടയാൾ ദർശന വിവരം അറിയിക്കുകയും ചെയ്തു. വലിയ ഗുണ്ടയല്ലേ,
ഒരു പെണ്ണ് വന്ന് തന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്നു. ഗുണ്ടയ്ക്കത് അംഗീകരിക്കാൻ വയ്യ. തന്നെപ്പോലെ ഒരു വലിയ ഗുണ്ടയെ ഒരു സ്ത്രീ വന്നിട്ട് തട്ടിക്കളയാൻ പറഞ്ഞ് കൊട്ടേഷൻ കൊടുക്കുന്നു. നിസ്സാരമാണോ താൻ എന്നൊരു തോന്നൽ ദർശൻ കുമാറിനുണ്ടാവുന്നു. ആഹാ, അങ്ങനെയാണെങ്കിൽ ചോദിക്കണമല്ലോ. അങ്ങനെ 5-ാം പ്രതിയുടെ വീട്ടിൽ, 5-ാം പ്രതിയൊക്കെ ഒഴിവാക്കിയതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്, കോടതി വെറുതെ വിട്ടു. 5-ാം പ്രതിയുടെ വീട്ടിൽ ഇവർ സംഘം ചേർന്നു. ഇവർ സംഘം ചേർന്ന് പ്രതികാരം വീട്ടാൻ തീരുമാനിച്ചു. പ്രതികാരം വീട്ടുക എന്ന് പറയുന്നത് ഇവർ ലക്ഷ്മിയെ കൊലപ്പെടുത്തുക. എങ്ങനെ കൊലപ്പെടുത്തണം എന്നുള്ളൊരു രീതിയുണ്ട്. അപ്പോൾ ലക്ഷ്മിയെ കൊലപ്പെടുത്താൻ പോകുമ്പോൾ ഗുണ്ട മുങ്ങിയിരിക്കുകയാണ്, ലക്ഷ്മിയുടെ ഭർത്താവ് ഹരീഷ് മുങ്ങിയിരിക്കുകയാണ്. എങ്കിലും ഉള്ളിലൊരു ഭയപ്പാട്, ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഒരു ഗുണ്ടയുടെ വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നത്. ചിലപ്പോൾ തിരിച്ച് ഒരു അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഗുണ്ടാസംഘത്തിൻ്റെ. അതെ, നമ്മൾ എനിക്ക് തോന്നുന്നു കാപ്പ സിനിമയിലാണെന്ന് തോന്നുന്നു. കാപ്പ സിനിമയിൽ കണ്ടിട്ടില്ലേ, പൃഥ്വിരാജിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ എപ്പോഴും കുറച്ച് ഗുണ്ടകളിങ്ങനെ കറങ്ങി നടക്കുകയാണ്. അവർക്കൊരു പണിയില്ല. നേരം വെളുത്താലും ഇരുട്ടിയാലും അവരവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇവന്മാർക്കൊക്കെ വീട്ടിൽ പോയി കൂടെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ കുറേ ഗുണ്ടകൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇവർ കാട്ടൂരിൽ നിന്നും വാൾ വാങ്ങി. 2 വടിവാൾ കാട്ടൂരിലെ ഒരു കടയിൽ നിന്നും വാങ്ങി. ശരത്തും രാകേഷും ചേർന്ന് തോട്ട ഉണ്ടാക്കിയെടുത്തു. നാടൻ തോട്ടയുണ്ടല്ലോ, നാടൻ തോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. കുറച്ച് പാറയുടെ ഉള്ളിലെ ആഴത്തിലുള്ള ചീളിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തോട്ട ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ നാടൻ തോട്ട ഉണ്ടാക്കിയെടുത്തു. തുടർന്നാണ് ഈ 4-അംഗ സംഘം, ദർശൻ കുമാർ, നിഖിൽ ദാസ്, ശരത്ത്, രാകേഷ്, ഈ 4 പേരും ഈ വീട്ടിലേക്ക് എത്തുന്നത്. 5, 6, 7 പ്രതികൾ നിരീക്ഷിക്കുവാനും പുറത്തുണ്ടായിരുന്നു. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഇവർ പുറത്തു നിന്നു. ഈ സമയത്ത് വീടിൻ്റെ മുൻവശത്ത്, ഇതൊരു വാടക വീടാണ്, കാട്ടൂർക്കടവിലെ വാടക വീടാണ്. വീടിൻ്റെ മുൻവശത്ത് ഹരീഷിൻ്റെ സഹോദരി പുത്രനായിട്ടുള്ള അഭിനവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലക്ഷ്മി. ഈ സമയത്താണ് ഈ ഗുണ്ടാസംഘം അവിടേക്ക് എത്തുന്നത്. ഈ സംഘം അവിടെ എത്തുന്നു. നേരെ അഭിനവല്ല കേട്ടോ, അഭിനന്ദൻ എന്നാണ്. അഭിനന്ദുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ആദ്യം ചെയ്യുന്നത് 3-ാം പ്രതിയായിട്ടുള്ള ശരത്ത്, 4-ാം പ്രതി രാകേഷ്, 2 പേരും ചേർന്ന് തോട്ടയെറിഞ്ഞു. തോട്ടയെറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ശബ്ദത്തിൽ അത് പൊട്ടിത്തെറിക്കും. അത് പൊട്ടിത്തെറിക്കും എന്ന് മാത്രമല്ല, അതിൻ്റെ ശബ്ദം കേൾക്കുന്നവർ ഭയപ്പെടും. നമ്മുടെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതൊക്കെ ഈ തോട്ടയെറിഞ്ഞാണ്. തോട്ടയെറിഞ്ഞ് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയെടുത്ത് ആരും അടുക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച ശേഷമാണ് നാട്ടുകാർ പോലും ഒരു സഹായിക്കാൻ വരരുത്. അതെ, നേരത്തെ ഒരു തോട്ടയെറിഞ്ഞ് വാഹനത്തിൻ്റെ ദിശ തെറ്റിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം കേരളത്തിലെ സുപ്രധാനമായിട്ട് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട നമ്മുടെ കായംകുളത്തൊരു ഗുണ്ടാ നേതാവിൻ്റെ വീടിന് നേരെ, അതെ, തോട്ടയെറിഞ്ഞു. TPക്ക് നേരെ തോട്ടയെറിഞ്ഞതാണ്. തോട്ടയെറിഞ്ഞാണ് വീഴ്ത്തിയത്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ശബ്ദമുണ്ടായി. ഇവർ പുറകിലേക്ക് തെറിച്ച് വീണു. ഈ ലക്ഷ്മിയും അഭിനവും പുറകിലേക്ക് തെറിച്ച് വീണു. അവിടെ വെച്ച് ഈ പ്രതികൾ ചേർന്ന് വാളിന് വെട്ടി ഈ സ്ത്രീയെ. ഒരു സ്ത്രീയെ വലിച്ചിട്ട് വെട്ടി, വലിച്ച് നിരക്കി വീടിൻ്റെ ഭിത്തിയോട് ചേർത്ത് നിർത്തി വയറിൽ കുത്തിയിറക്കി. വയറിൻ്റെ വലതുഭാഗത്ത് കുത്തിയിറക്കി. അത് ഗുണ്ടകൾക്ക് അറിയാമല്ലോ, ഏത് ഭാഗത്ത് കുത്തിയാൽ പെട്ടെന്ന് മരണം സംഭവിക്കും എന്നുള്ളത്. ഈ ഇടതുഭാഗത്തോ വലതുഭാഗത്തോ, ഹൃദയത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വലതുഭാഗത്തോ ഒക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, മുറിവുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ പിന്നീട് അത് തുന്നിക്കെട്ടി എടുക്കുക എന്ന് പറയുന്നത് പാടാണ്, എളുപ്പമല്ല. ഹൃദയത്തിൻ്റെ ഭാഗത്തൊക്കെ കുത്തിക്കഴിഞ്ഞാൽ എളുപ്പം മരണം സംഭവിക്കുകയും ചെയ്യും. ചെറിയ കുത്തു മതി. അപ്പോൾ അങ്ങനെ ഈ സ്ത്രീയെ അവർ കൊലപ്പെടുത്തി. രക്ഷിക്കാൻ ശ്രമിച്ച ഈ അഭിനന്ദൻ എന്ന് പറയുന്ന ഈ ഹരീഷിൻ്റെ സഹോദരി പുത്രനെയും അവർ വെറുതെ വിട്ടില്ല. അയാളെ ഒരു വെട്ടി, മാരകമായി അയാളെയും പരിക്കേൽപ്പിച്ചു. തുടർന്ന് ഈ ഗുണ്ടാസംഘം അവിടെ നിന്നും സ്ഥലം വിട്ടു. ആദ്യം 2 പേരെയാണ് കിട്ടിയത്. 6ഉം 7ഉം പ്രതികളെയാണ് ആദ്യം കിട്ടിയത്. മുഖ്യപ്രതി ദർശൻ കുമാറിനെ പിടിക്കാൻ പോലീസിനെ, ഇരിങ്ങാലക്കുട പോലീസിനെ കൊണ്ട്, ഡിവൈഎസ്പിയുടെ കീഴിലുള്ള സംഘത്തെ കൊണ്ട് സാധിച്ചില്ല. ഇവർ അതിർത്തി വിട്ടു പൊക്കളഞ്ഞു. അങ്ങനെ പോലീസ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എടുത്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പോലീസിൻ്റെ ആക്ഷനിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഇവന്മാർക്ക് എന്താണ് പ്രിയപ്പെട്ടത്, ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ്, അവരെ പോലീസ് കണ്ടെത്തും. അവരെ തൂക്കി സ്റ്റേഷനിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ എത്ര വലിയ ഗുണ്ടയാണെങ്കിലും അവ ഇങ്ങ് വരും. അത് പോലീസിന് നന്നായിട്ട് അറിയാം. പോലീസ് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. പോലീസുമാർ CDR എടുത്തു.
ഇവന്മാരെന്നൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ, ആളുകളുടെ സമാധാനം കളയുന്നുണ്ട്. അപ്പോൾ CDR എടുത്തു. ഈ ചില ഗുണ്ടകൾക്കൊക്കെ രഹസ്യ കാമുകിമാരുണ്ടാവും. ഭാര്യയെ കൊണ്ടിരുത്തിയാലൊന്നും അവന്മാർ വരില്ല. രഹസ്യമായിട്ട് വല്ല കാമുകിമാരും ഒക്കെ കാണും, ദൗർബല്യങ്ങൾ കാണും. വളരെ പ്രിയപ്പെട്ടവരെ എളുപ്പത്തിൽ CDR എടുത്താൽ, കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോളുകൾ ഇവന്മാരെ വിളിച്ചിട്ടുള്ള ആരാണെന്ന് മനസ്സിലാവും. അപ്പോൾ തപ്പിയെടുക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ലേഡി ആയിരിക്കും. അവരെ തൂക്കിയെടുത്ത് അകത്തുകൊണ്ടിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്ക് സഹിക്കാൻ പറ്റില്ല. അവന്മാർ വരും, എവിടെ പോയാലും അവന്മാർ ഓടി ഇവിടെ എത്തും. അങ്ങനെ പോലീസ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി, സമ്മർദ്ദതന്ത്രം എല്ലാം വന്നു. അങ്ങനെ കേരള അതിർത്തിയിൽ വന്ന എല്ലാത്തിനെയും പോലീസ് കൊണ്ടുവന്നു. പക്ഷേ പോലീസിനെ പറ്റിയ ഈ ഒന്നാമത്തെ കാര്യം, കോടതിയിൽ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ ടാസ്ക്കാണ്. ഗൂഢാലോചന ഡയറക്റ്റ് ഒരു കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അതിന് ദൃക്സാക്ഷി ഉണ്ടെങ്കിൽ, ഐ വിറ്റ്നസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വലിയ പണിയൊന്നുമില്ല തെളിയിക്കാൻ. ആ വിറ്റ്നസ്, ആ സാക്ഷിമൊഴി വളരെ കറക്റ്റായിട്ട് പ്രോസിക്യൂട്ടർ പറഞ്ഞ് തരുന്ന മൊഴി അതുപോലെ എന്താണോ കേസ് രേഖയിലുള്ളത് അത് കൃത്യമായി കോടതിയിൽ പറഞ്ഞാൽ മതി. കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി അത് തെളിയിക്കപ്പെടും. ഇതിന് ദൃക്സാക്ഷിയുണ്ട്. അഭിനന്ദൻ എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധു ഐ വിറ്റ്നസ്സാണ്, ഇരയാണ്. അയാളുടെ മൊഴി മാത്രം മതി ഈ 4 പേരെ ശിക്ഷിക്കാൻ. പക്ഷേ ബാക്കി 3 പേരെ ശിക്ഷിക്കണമെങ്കിൽ, ഗൂഢാലോചന തെളിയിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും വേണം. അത് പൂർണ്ണമായി ഹാജരാക്കാൻ പ്രോസിക്യൂഷനെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെയാണ് 3 പേരെ വെറുതെ വിട്ടത്. പരമാവധി ശിക്ഷ ലഭിക്കണമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ പോലും ഒരുപക്ഷെ ജീവപര്യന്തത്തിൽ നിന്നേക്കാം. ഇതിലെ ഒരു പ്രതി അതിനു മുമ്പ് തന്നെ ഒരു കൊലക്കേസിൽ പ്രതിയാണ്. അയാൾക്ക് ജാമ്യം കൊടുത്ത് വിട്ടതാണ് കോടതി. ഇറങ്ങിയ ശേഷമാണ് വീണ്ടും ഈ ഒരു കൊലപാതകം കൂടി ചെയ്തു തീർത്തത്. അപ്പം 4 വർഷം കൊണ്ട്, ഏതായാലും ചില കേസുകളിലൊക്കെ ഈ കൊലപാതകങ്ങളിലൊക്കെ 10-15 വർഷം വിചാരണ നീണ്ടുപോകാറുണ്ട്. ഇത് 4 വർഷം കൊണ്ട് വിചാരണ തീർന്നത് തന്നെ വലിയ കാര്യം എന്ന് വിചാരിക്കാം. ശരി.